നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണക്കാർ താമസിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ മാനസിക വെല്ലുവിളികളൊക്കെ ഉള്ള ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നേരം ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മൾ നിയമപാലകരെ, പോലീസുകാരെയോ അല്ലെങ്കിൽ അതിൻ്റെതായ അധികാരികളെയൊക്കെ അറിയിക്കുക. കാരണം അവരെ നമ്മൾ കണ്ടില്ല എന്നൊരു ഭാവം നടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാളെ ഒരു ഗോവിന്ദചാമി നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ നമുക്കില്ലാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ അവിടേക്കൊക്കെ ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ വ്യൂസിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യം. உங்க பச்சை நீக்கணும். அதுக்கப்புறம் நம்ம திருச்சூர பிசி ஸ்டேஷன்ல இருந்து சேர்மாறு வருவாங்க, உங்களோட ஏரியாவிലേക്ക് அனுப்புவாங்க கேட்டா. அப்புறம் பரவாயில்ல, வயசு இருக்கு உங்களுக்கு படிக்கிறதுக்கு. நீங்க இந்த மாதிரி கையில கட்டெல்லாம் போட்டுடுச்சு, இந்த மாதிரி வேஷமெல்லாம் போட்டுடுச்சு, எவ்வளவு எப்படி படிக்க முடியும்? വാനവില്ലിലെ കളറ് മാറ്റിടിച്ചാ. എന്റെ പേര് പ്രജോഷ് എന്നാണ്. നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു മൈൻഡിലൊരു ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ പറ്റുമെന്നൊക്കെ നമ്മളോട് ചോദിച്ചു. അപ്പൊ അതുകൊണ്ടാണ് വിളിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആള് തമിഴ്നാട് സ്വദേശിയാണ്. திருப்தியா, சந்தோஷமா? எத்தனை நாளாச்சு சாப்பிட்டுட்டு? 2 நாளா? 2 நாளாச்சா? ஸ்டாலின் 10 அது அவங்க மூஞ்சி அப்படி நடிச்சு நம்ம ஸ்டேஷன்ல போலீஸார் வந்திருக்காங்க. அவர்கிட்ட போங்க. இங்க ஏரியால சேர்த்து விடு. ஏரியா என்ன சொன்னீங்க? பேரில்ல ஏரியா இடத்துக்கு பேர் என்ன? അവിടുന്നാണ് വരുന്നത്. വന്നിട്ട് ഇനിയിപ്പം വലിയ ഭക്ഷണം കൊടുത്തു. അതിപ്പോ ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ ചെക്ക് ചെയ്യാന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. இவரே உங்க ஸ்டேஷன்ல கொண்டு போ. அதுக்கப்புறம் உங்க ஏரியால கூட சேர்த்து விடும். திருப்பி இங்க வரக்கூடாது, தெரிஞ்சுதா? സാധനങ്ങളൊന്നും ചെക്ക് ചെയ്ത് ബോർഡിൽ ചെക്ക് നോക്കിയില്ല. ചെല്ല് സാർക്കിட்ட പോങ്ക. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു സുഹൃത്തിനെ നമ്മൾ പോലീസിനെ ഏൽപ്പിക്കുകയാണ്. ആള് ഇനി ഒരു പക്ഷെ കേരളത്തിലെ പൊന്നിച്ചാമി, ഗോവിന്ദചാമി അങ്ങനെ ഒരു ക്യാരക്ടർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചാണ്. നമ്മുടെ കൂടെ നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ ഏൽപ്പിച്ചു. ആള് നന്നായിട്ട് നാട്ടിലേക്ക് എത്തട്ടെ.